സേവാഭാരതിയുടെ ഭക്ഷണ വിതരണം തടഞ്ഞ ആശുപത്രി അധികൃതർ. കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് സംഭവമുണ്ടായത്. 18 വർഷമായി മുടങ്ങാതെ നൽകി വരുന്ന ഭക്ഷണ വിതരണം ചെയ്യുന്നതിനിടെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് ഭക്ഷണ വിതരണം വിലക്കിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഇതു സംബന്ധിച്ച ഉത്തരവുകളൊന്നും സേവാഭാരതിക്ക് നൽകാൻ ആരും തയ്യാറായില്ല. 2006-ൽ അന്നത്തെ ഊർജ്ജമന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ആശുപത്രിയിൽ സേവാഭാരതി ഭക്ഷണ വിതരണം തുടങ്ങിയത്. വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായിരുന്നു ഭക്ഷണ വിതരണത്തിന് അനുമതി ലഭിച്ചിരുന്നത്. മാത്രമല്ല, ആശുപത്രിക്കകത്ത് ഭക്ഷണം പാചകം ചെയ്യാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കണമെന്ന ഉത്തരവും ഉണ്ടായിരുന്നു. സന്നദ്ധ സംഘടന എന്ന നിലയിൽ ഇവിടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ നോക്കാതെ കൃത്യമായിട്ട് എല്ലാവർക്കും, ഇവിടെ വരുന്ന രോഗികൾക്കും കൂടെ ഇരിക്കുന്ന ആളുകൾക്കും ഇവിടുത്തെ സ്റ്റാഫിന് വരെ നമ്മളിവിടെ കഞ്ഞി കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ കോവിഡ് കാലത്ത് പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ അകാരണമായി രാവിലെ കഞ്ഞി വെക്കാൻ വന്നപ്പോൾ താക്കോല് തരാതെ ഇന്ന് കഞ്ഞി കൊടുക്കണ്ട, കഞ്ഞി വെക്കണ്ട എന്ന് പറയുകയുണ്ടായി. ചില ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ ഇത് എങ്ങനെയെങ്കിലും തകർക്കണം, ഈ പ്രവൃത്തി ഇവിടെ നിർത്തിവെക്കണം എന്നുള്ള രീതിയിൽ കുറെ കാലമായിട്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് സേവാഭാരതി പ്രവർത്തകർ പറയുന്നു. തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല എന്നും അവർ വിശദീകരിക്കുന്നുണ്ട്. അധികൃതരുടെ ഈ തീരുമാനത്തിനെതിരെ ജില്ലാ കളക്ടറെ കണ്ട് പരാതി പറയാനുള്ള തീരുമാനത്തിലാണ് സേവാഭാരതി. ജനം, കോഴിക്കോട്.